ആദിവാസികൾ ദേശദ്രോഹികൾ ആകാതിരിക്കുവാൻ കാരണം ഘർ വാപസി പ്രോഗ്രാം ആണെന്നും പ്രണബ് മുഖർജി ഈ പദ്ധതിയെ പ്രകീർത്തിച്ചെന്ന മോഹൻ ഭഗവതിന്റെ പരാമർശത്തിനെതിരെ ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി. ജനുവരി 16-ന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രണബ് മുഖർജി പറഞ്ഞു എന്ന രീതിയിൽ മോഹൻ ഭാഗവത് പറഞ്ഞ "ഇഫ് നോ ഘർ വാപസി ആദിവാസി വുഡ് ടേൺ ആന്റി നാഷണൽ" എന്ന വാർത്തയെ തുടർന്നാണ് CBCI രംഗത്തെത്തിയത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ പേരിൽ കെട്ടിച്ചമച്ച വ്യക്തിഗത സംഭാഷണം നിശബ്ദ താൽപര്യത്തോടെയാണെന്നും സംശയം ഉയർത്തുന്നതാണെന്നും CBCI വ്യക്തമാക്കി. ഒരു വ്യക്തി മരിച്ചതിനു ശേഷവും അയാൾ പറഞ്ഞതെന്ന രീതിയിൽ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. എന്തുകൊണ്ട് മുൻ രാഷ്ട്രപതി ജീവിച്ചിരുന്നപ്പോൾ ഈ പ്രസ്താവന മോഹൻ ഭഗവത് നടത്തിയില്ല എന്നും CBCI ചോദിച്ചു. മോഹൻ ഭഗവത് പ്രണബ് മുഖർജിയുടെ പേരിൽ നടത്തിയ പ്രസ്താവന ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ലെന്നും മുൻ രാഷ്ട്രപതി രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും സേവനങ്ങൾക്കും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതായും CBCI വ്യക്തമാക്കി. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി സമാധാനപൂർണമായി ജീവിക്കുന്ന ക്രൈസ്തവരെ ദേശവിരുദ്ധരെന്ന് വിളിക്കുവാൻ പാടില്ലായിരുന്നെന്നും CBCI വ്യക്തമാക്കി. വിദ്യാഭ്യാസം, വൈദ്യസഹായം, സാമൂഹിക ഉന്നമനം മുതലായ വിവിധ മേഖലകളിൽ രാഷ്ട്രനിർമ്മാണത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകൾ അറിയപ്പെടുന്നതും വിലമതിക്കപ്പെടുന്നതും പ്രശംസനീയവുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന മാനുഷിക അന്തസ്സോടെ ജീവിക്കുവാൻ അർഹതയുള്ള ഗോത്രവർഗക്കാരും മറ്റു ദുർബലരായവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവരുടെ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് അവരെ ദേശവിരുദ്ധർ എന്ന് വിളിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളുടെ കൃത്യമായ അജണ്ടയാണെന്നും 2.3% വരുന്ന ക്രൈസ്തവർ ഇത്തരം പ്രവർത്തികളിൽ വേദനിക്കുന്നതായും CBCI പറഞ്ഞു. VHPയുടെയും മറ്റ് സമാന സംഘടനകളുടെയും അക്രമാസക്തമായ ഘർ വാപസി പരിപാടിയല്ലേ യഥാർത്ഥ ദേശവിരുദ്ധ പ്രവർത്തനമെന്ന് CBCI ഉന്നയിച്ചു. രാഷ്ട്രത്തിന്റെ ഒത്തൊരുമയെയും വികസനത്തെയും പുരോഗതിയും തടസ്സപ്പെടുത്തുന്ന വിദ്വേഷവും അക്രമവും ഇല്ലാതാക്കുവാൻ ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങളോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ഈ വിഭജന രാഷ്ട്രീയത്തോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കുവാൻ CBCI ആഹ്വാനം ചെയ്തു.